നൂർ ബിനാർ റഷീദിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിൽ കാര്യമുണ്ട്. വനിതാ ലീഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടല്ലോ. 2 വനിതകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. പക്ഷേ അവർ രണ്ടുപേരും വനിതാ ലീഗിൻ്റെ പ്രതിനിധികളല്ല. പക്ഷേ അവർ ചോദിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് തോറ്റതാണ് അവർ. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്രശ്നം, ഒരു ക്ലെയിമിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയാണ് ഒരു സ്ഥാനാർത്ഥി പേരാമ്പ്രയിൽ. ഫാത്തിമ തഹ്ലിയ നോക്കൂ, സംഘടനക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളാണ്. ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് വനിതാ ലീഗിൽ അവരില്ല, ഹരിതയിലാണ് ഉണ്ടായിരുന്നത്. ഹരിത തന്നെ പിരിച്ചു വിടുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ്. ടെലിവിഷൻ ചർച്ചകളുണ്ട്, റീലുകളിൽ വളരെ സജീവമാണ്. ജനങ്ങൾ അപ്പീൽ ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട്. പക്ഷേ പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലം ടി പി രാമകൃഷ്ണനാണ്, LDFൻ്റെ കൺവീനറാണ്. ടി പി രാമകൃഷ്ണൻ ആ മണ്ഡലത്തിൽ വലിയ ബന്ധം, ആ മണ്ഡലക്കാരൻ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നല്ല രസമാണ്. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ പാർട്ടിയുടെ അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ അപൂർവമായിരിക്കും. ഈ സ്ഥാനങ്ങളിലെല്ലാം ധാരാളം കാലം, വളരെയധികം സമയം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. പിന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ ഓരോ മുക്കും മൂലയും അറിയാവുന്ന, എല്ലായിടത്തും എത്തുന്ന, എല്ലാവരുമായിട്ടും ബന്ധങ്ങളുള്ള, എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ടൊരു നേതാവാണ്. അതേസമയം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട്. പക്ഷേ പേരാമ്പ്ര കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പേരാമ്പ്ര സെഗ്മെൻറ്റിൽ UDFനാണ് മുൻകൈ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് അപ്പർ ഹാൻഡ്. എന്ന് പറഞ്ഞാൽ നൊച്ചാട് പോലെയുള്ള CPMൻ്റെ മോസ്കോ എന്ന് പറയാവുന്ന പ്രദേശങ്ങൾ, ആ മണ്ഡലത്തിൽ, അവിടെ വരെ എൻ്റെ വൈഫ് ഹൗസ് നിൽക്കുന്ന മണ്ഡലം കൂടിയാണത്. അവിടെയൊക്കെ വലിയ തിരിച്ചടി CPMനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ തഹ്ലിയെപ്പോലെ യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരാളെ വെക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ TT ഇസ്മായിൽ എന്ന് പറയുന്ന നേതാവുണ്ട്, വളരെ ശ്രദ്ധേയനായിട്ടുള്ള. അദ്ദേഹം ആ സീറ്റ് പ്രതീക്ഷിച്ചതാണ്. കേരയിൽ സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു. TT ഇസ്മായിൽ MSFന് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നു. പ്രവർത്തകർക്കിടയിൽ തന്നെ സ്വീകാര്യനായിട്ടുള്ള വളരെ ജനകീയനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കാത്തതിൽ അതൃപ്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അങ്ങനെ വരുമ്പോൾ തഹ്ലിയെ സംബന്ധിച്ചത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം TP രാമകൃഷ്ണനെ പോലത്തെ ഒരു സംസ്ഥാന നേതാവിനോടാണ് മത്സരിക്കുന്നത്. പാർട്ടിക്കകത്തു നിന്ന് ഇങ്ങനൊരു വിമതസ്വരം അല്ലെങ്കിൽ ഭിന്നസ്വരം ഉയർന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ വനിതാ ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആ അഭിപ്രായ വ്യത്യാസം, അത് വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വനിതാ ലീഗിന് പ്രതിനിധികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് മാത്രം വനിതാ ലീഗ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് തന്നല്ലോ, നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് എന്ന ചോദ്യമാണ് വരുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് വൈബ്, അത് ഇന്നത്തോടു കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത്.